നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമങ്ങൾ, റിപ്പോർട്ടുകൾ, വാർത്താ കവറേജ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും പുതിയൊരു സംഭവവികാസം ഉണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ക്ഷുഭിതനായിട്ട് സംസാരിച്ചു എന്നാണ്. അതിൻ്റെ കാരണം 24 ന്യൂസ് ചാനലിൻ്റെ റിപ്പോർട്ടർ VG വിനീത ചെയ്ത റിപ്പോർട്ടിൻ്റെ പേരിൽ പോലീസ് കേസെടുത്ത വിഷയമാണ്. അതിനെതിരെ 24ൻ്റെ മേധാവി ശ്രീകണ്ഠൻ നായർ ചാനലിൽ വന്ന് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. അതായത് അദ്ദേഹം ഉറഞ്ഞുതുള്ളുകയാണ്. അദ്ദേഹം പൊതുവെ ഇങ്ങനെയൊക്കെയാണല്ലോ എപ്പോഴും നിൽക്കുക. അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, അത് കളിയാക്കി പറയല്ല, അതൊരു വൈബ്രാൻ്റാണ്. അത് അതിനകത്തൊരു എനർജി ലെവലൊക്കെ ഉണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മൾ തമ്മിൽ മുതലുള്ള ഒരു ഇത് നമുക്കറിയാം. അപ്പോൾ അതേ സ്റ്റൈലിൽ കുറച്ചുകൂടി വളരെ എന്താ പറയുക, ഉറഞ്ഞുതുള്ളുക, ദേഷ്യപ്പെട്ട്. എന്നിട്ട് അതിനെപ്പറ്റി ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയത്. പേരെടുത്ത് അദ്ദേഹം പറഞ്ഞില്ല മുഖ്യമന്ത്രി, പക്ഷേ ആരെയാ ഉദ്ദേശിച്ചെന്ന് ഈ മറുപടിയിൽ വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു ഈ ചോദ്യത്തിന്? അതായത് ഗൂഢാലോചന തന്നെ, ശബ്ദമുയർത്തി വിരട്ടാമെന്നൊന്നും കരുതേണ്ട. ആരോടാണിത് പറഞ്ഞത്? വരികൾക്കിടയിലൂടെ വായിച്ചാൽ മതി. ഗൂഢാലോചന തന്നെ, ശബ്ദമുയർത്തി വിരട്ടാമെന്ന് കരുതേണ്ട എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൺസ്പിറസി. ശ്രീകണ്ഠൻ നായരുടെ വായിൽ നിന്ന് തന്നെ ഈ ഉറഞ്ഞു തുള്ളുന്ന വീഡിയോയിൽ വന്ന ഒരു വാചകം ആലോചിച്ചാണ് ഞങ്ങൾ ഈ റിപ്പോർട്ടർ അവിടേക്ക് അയച്ചത്. അപ്പം ആലോചനയ്ക്കകത്തൊരു ഗൂഢാലോചന കൂടി മുഖ്യമന്ത്രി ആഡ് ചെയ്തു, പിണറായി വിജയൻ ആഡ് ചെയ്തു എന്നതേ ഉള്ളൂ. ഇത് കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോയാൽ ഇത് പലരിലേക്കും എത്തും. ഏഷ്യാനെറ്റിലെ മറ്റേ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വെച്ചിട്ട് വ്യാജവാർത്ത ഉണ്ടാക്കിയ കേസ് പോലെ തന്നെ അന്വേഷണം പലരിലേക്കും നീളുന്നതിൻ്റെ പ്രശ്നമാണ് ഈ ഉറഞ്ഞു തുള്ളലെന്നാണ് നമുക്ക് സംശയം. മുഖ്യമന്ത്രി പറഞ്ഞു, പോലീസ് പറയുന്നത് ഇതിൽ ഗൂഢാലോചനയുണ്ട്, കോൺസ്പിറസി ഉണ്ടെന്നാണ്. അന്വേഷിക്കുമ്പം അതിൻ്റെ പിന്നാമ്പുറത്ത് 24 ചാനൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഏഷ്യാനെറ്റിൽ സംഭവിച്ച പോലെ കോഴിക്കോട്, കണ്ണൂർ ബ്യൂറോകളുടെ പങ്ക്, പിന്നെ ഓരോ സംഭവങ്ങൾ നമുക്കറിയാമല്ലോ, അതൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പോലീസ് പറയും. അതിൻ്റെ തെളിവുകൾ സഹിതമാണ് പോലീസ് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് നൽകിയിരിക്കുന്നത്, റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ കേസ് നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ അതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ ഇങ്ങനെയാണോ മാധ്യമപ്രവർത്തനം ചെയ്യേണ്ടത് എന്നൊരു ആത്മപരിശോധന നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടേ? അതിൻ്റെ കാലം അതിക്രമിച്ചില്ലേ? ഇങ്ങനെയാണോ മാധ്യമപ്രവർത്തനം ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുക. മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞു, അതായത് ഏതിനും അതിർവരമ്പുകളുണ്ട് എന്ന അർത്ഥത്തിൽ. അദ്ദേഹം പറഞ്ഞത് ജോലി സ്ഥലത്ത് പോകുന്നതോ സാധാരണ നിലയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്നതോ ആരും തടയാൻ പോകുന്നില്ല, ആരും തടയില്ല. ഗൂഢാലോചനയുണ്ടെന്ന് പറയുന്നത് ഗൂഢാലോചനയുണ്ട്, അന്വേഷണം നടക്കട്ടെ. ഇതിലെന്താണ് കുഴപ്പം? നമ്മൾക്കെതിരെ ഒരു കേസ് വന്നാൽ ആ കേസിൽ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കുക. അതിന് ചിലപ്പോൾ നമ്മൾ കോടതിയിൽ പോകേണ്ടി വരും, ചിലപ്പോൾ പലതവണ കോടതിയിൽ പോകേണ്ടി വരും. നിരപരാധിയാണെങ്കിൽ കോടതി അതിൽ ആ ഒരു വിധി പറയും. നമുക്ക് പങ്കുണ്ടെങ്കിൽ അത് കോടതി കണ്ടെത്തും. അപ്പം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ, മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞ് നമ്മൾ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ അത് മാധ്യമപ്രവർത്തനം തന്നെയാണോ എന്ന് അവരവർ സ്വയം വിലയിരുത്തുക, അല്ലെ ചെയ്യുന്നതിന് മുമ്പ് വിലയിരുത്തുക. ചാനൽ മുതലാളിമാരല്ലേ, എഡിറ്റോറിയൽ തലപ്പത്തിരിക്കുന്നവർ അത് അങ്ങനെ ചെയ്യത് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എടുത്തു ചാടിപ്പോയാൽ ഈ കുരങ്ങിനെ കൊണ്ട് ചൂടുചോറ് വാരിക്കുമല്ലോ, അല്ലെ ചൂട് ചാമ്പൽ വാരിക്കുന്നതിനുള്ള അനുഭവമായിരിക്കും അത്. വെറുതെ എന്തിനാ ചെറുപ്പകാലത്ത് കേസിലും ഇടയ്ക്കിലും പോകുന്നത്? അതുകൊണ്ട് നമ്മുടെ ജൂനിയർ റിപ്പോർട്ടർമാർ, അല്ലെ ഡെസ്കിൽ വർക്ക് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ, ജൂനിയേഴ്സ്, ഇതല്ല ജേർണലിസം എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് പോകുന്നത് അവർക്ക് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ ഷോ പീസ് ആവാതെ, അത് വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഷോ പീസ് ആവാതെ സ്ത്രീകൾ ഉൾപ്പെടെ കേരളത്തിലെ മാധ്യമ രംഗത്ത് വളരെ ഉയർന്ന നിലയിൽ പോയി കഴിവ് തെളിയിച്ച് പോയ കുറേ സ്ത്രീകളുണ്ട്. അവരെ വെച്ചിട്ട് ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അവരെയൊക്കെ കണ്ടുപഠിക്കുന്നതല്ലാണ് ഇപ്പോഴത്തെ ഈ വനിതാ റിപ്പോർട്ടർമാർ. ഞങ്ങൾ ചില പേരുകൾ പിന്നീട് പറയാം. അർപ്പണബോധം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും കഴിവുകൊണ്ടും
ഷോ പീസ് ആവാതെ സ്ക്രീനിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നതിനപ്പുറത്തേക്ക് ആഴത്തിൽ പോയി ജേർണലിസം ചെയ്ത കുറേ വനിതകൾ കേരളത്തിലുണ്ട്. അവരെപ്പറ്റി ഞങ്ങൾ പിന്നീട് പറയാം. അവരെയൊക്കെ ഒന്ന് കണ്ട് പഠിക്കുന്നത് ഇപ്പോഴത്തെ വനിതാ റിപ്പോർട്ടർമാർക്ക് നന്നായിരിക്കും എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.